സായിരാം, എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ 100-ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു. നിധിധ്യാസനം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം. അപ്പോൾ അവിടെ പറഞ്ഞു നിധിധ്യാസതു ഏവ കാര്യം, തു ഏവ കാര്യം എന്ന് പറഞ്ഞു. ഏവ തു, നിധിധ്യാസനം മാത്രം ചെയ്യണം. നിധിധ്യാസനം ചെയ്യണം എന്നല്ല, നിധിധ്യാസം മാത്രം ചെയ്യണം എന്ന് അത്രയും വരെ അതിന് വളരെ വളരെയധികം പ്രാധാന്യം കൊടുത്തു ആചാര്യസ്വാമികള്. അതായത് ഫുൾ കമ്മിറ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞു. നിധിധ്യാസനത്തിന് ഫുൾ കമ്മിറ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞാണ് അവിടെ നമ്മൾ നിർത്തിയത്. ഇനി അടുത്ത ശ്ലോകം 101-ാമത്തെ ശ്ലോകം നോക്കാം. നിത്യാഭ്യാസാദൃതേ പ്രാപ്തി ന ഭവേത് സച്ചിദാത്മനഃ തസ്മാത് ബ്രഹ്മനിധിധ്യാസേത് ജിജ്ഞാസു ശ്രേയസേ ചിരം. നിത്യാഭ്യാസാദൃതേ പ്രാപ്തി ന ഭവേത് സച്ചിദാത്മനഃ തസ്മാത് ബ്രഹ്മനിധിധ്യാസേത് ജിജ്ഞാസു ശ്രേയസേ ചിരം. ഇവിടെ പറയുന്നത് നിധിധ്യാസനം എന്ന സാധന നമ്മൾ ചെയ്തില്ല എങ്കിൽ നാം ഏതിനെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനെ ലഭിക്കില്ല എന്ന് തീർത്ത് പറയാം. ഈ നിധിധ്യാസനം എന്ന സാധന ചെയ്തില്ലെങ്കിൽ ഏതിനെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത് ലഭിക്കാതെ പോകും. അതായത് നമ്മൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? സച്ചിദാനന്ദ ആത്മാവായി ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ സച്ചിദാനന്ദ ആത്മാവായി നമുക്ക് ഇരിക്കാൻ സാധിക്കാതെ കണ്ടുവരും നിധിധ്യാസനം ചെയ്തില്ലെങ്കിൽ. അതായത് അസംസാരിയായിട്ടിരിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഇരിക്കും? സംസാരിയായിട്ട് തന്നെ ഇരിക്കും. അസംസാരിയാകണമെങ്കിൽ, സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ, വീണ്ടും വീണ്ടും ഉള്ള ജനന മരണചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത്രയും വരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിധിധ്യാസനത്തില് നിഷ്ഠനായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ ജീവൻ മുക്തനായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ. ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തനായി ഇരിക്കണമെങ്കിൽ നിധ്യാസനം നിർബന്ധം. എന്താ ഇവിടെ പറയുന്നേ? നിത്യ അഭ്യാസാത് ഋതേ എന്നാണ് പറയുന്നത്. നിത്യ അഭ്യാസാത് ഋതേ. ഋതേ എന്നാൽ വിത്തൗട്ട്, ഇല്ലാതെ. ഋതേ വിത്തൗട്ട്, അതായത് ഇല്ലാതെ കണ്ട്. എന്തില്ലാതെ കണ്ട്? നിത്യ അഭ്യാസാത്, നിത്യവും അഭ്യസിക്കാതെ, നിത്യമായിട്ടുള്ള ഒരു അഭ്യാസം ഇല്ലാതെ, അതായത് തുടർന്ന് പ്രാക്ടീസ് ചെയ്യാതെ, മുടക്കം കൂടാതെ. നിധിധ്യാസനം എന്ന സാധന മുടക്കം കൂടാതെ തുടർന്ന് ചെയ്യേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇല്ലെങ്കിൽ പ്രാപ്തി ന ഭവേ, ഇല്ലെങ്കിൽ പ്രാപ്തി ന ഭവേ. എന്തിന്റെ പ്രാപ്തി? പ്രാപ്തി നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രാപ്തിയാണ്? സച്ചിദാത്മനഃ, സത്സ്വരൂപമായ പൂർണ്ണ സ്വരൂപമായ ആത്മാവിനെ, അതായത് ഞാൻ പരിപൂർണൻ എന്ന് സ്വയം അറിയാൻ സാധിക്കാതെ കൊണ്ടുവരും. ഞാൻ ആത്മാ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പൂർണ്ണൻ, ഞാൻ ബ്രഹ്മം എന്നുള്ള ആ അറിവ് ലഭിക്കാതെ കണ്ടുപോകും. തസ്മാത്, അതിനാൽ, ആയതിനാൽ, നിധിധ്യാസേത്, നിധിധ്യാസം ചെയ്യണം, നിധിധ്യാസനം ചെയ്തിരിക്കണം, ചെയ്യേണ്ടതാണ്. നിധിധ്യാസയേത്, നിധിധ്യാസേത്, നിധിധ്യാസം ചെയ്യണം. നിധിധ്യാസേത്. പിന്നെയോ ജിജ്ഞാസു ശ്രേയസേ ചിരം, അല്ലെ? അത് വരുന്നുണ്ട്.
തസ്മാത് ബ്രഹ്മ നിധിധ്യാസേത് എന്നാണ് പറഞ്ഞത്. എന്തിനെയാണ് നിധിധ്യാസനം ചെയ്യേണ്ടത്? ബ്രഹ്മത്തെ. ബ്രഹ്മത്തെ ആരാണ് ചെയ്യേണ്ടത്? ജിജ്ഞാസുക്കളാണ് ചെയ്യേണ്ടത്. അതായത് ഇതുവരെ പഠിച്ചു വന്ന നമ്മൾ ജിജ്ഞാസുക്കൾ, ജ്ഞാനിയാകാൻ ആഗ്രഹിക്കുന്നവർ, ധാരാളം അതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്നവർ എന്ന് പ്രത്യേകം ഓർക്കണം. ഫൈനൽ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നവർ എന്ന് പ്രത്യേകം ഇവിടെ ഓർക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ട്? ശ്രേയസ്സിന് വേണ്ടിയിട്ട്, മോക്ഷത്തിന് വേണ്ടിയിട്ട്. എത്ര നാൾ? ചിരം, ധാരാളം വർഷം, അധിക കാലം നീണ്ടു നിൽക്കണം. എത്രയോ കാലം. എപ്പോഴാണോ പരിപൂർണ ജ്ഞാനമാകുന്നത് അത്രയും വരെ. ജ്ഞാനമായാലോ? ജ്ഞാനമായാൽ പിന്നെ ജ്ഞാനിയുടെ അവസ്ഥകളൊക്കെ വേറെയാണ്. ജ്ഞാനിയുടെ അവസ്ഥകളെല്ലാം വേറെയാണ്. ഇപ്പൊ പരിപൂർണ ജ്ഞാനമായിട്ടില്ല, കുറച്ച് ജ്ഞാനം ഉണ്ട്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പരിപൂർണ ജ്ഞാനം ലഭിക്കുവാനായിട്ടാണ് നിധിധ്യാസനം നിർബന്ധം എന്ന് പറയുന്നത്. പിന്നെ ആ ജ്ഞാനം, ഈ നിധിധ്യാസനം കുറെ പഠിച്ചു വരുമ്പോൾ അറിയാം എന്താണ് പറയണതെന്ന്. ആ ജ്ഞാനി അതിൽ തന്നെ ആയിരിക്കും, അയാൾക്ക് മാറേണ്ടി വരില്ല. അയാൾ എപ്പോഴും അതിൽ തന്നെ ആയിരിക്കും. എന്താണ് അത് എന്നുള്ളത് വഴിയെ വരുന്നു. ഇവിടെ പറഞ്ഞത് നിത്യാഭ്യാസ് ഹൃദയ പ്രാപ്തി ന ഭവേത് സച്ചിദാത്മനഃ തസ്മാത് ബ്രഹ്മ നിധിധ്യാസേത് ജിജ്ഞാസു ശ്രേയസേ ചിരം. അത്രയേ ഉള്ളൂ ഈ ശ്ലോകത്തിൽ കാര്യമായിട്ട് പറയുന്നതേ ഉള്ളൂ. അതായത് നിത്യവും നിധിധ്യാസനം ചെയ്യണം. എന്തിനെ നിധിധ്യാസനം ചെയ്യണം? ബ്രഹ്മത്തെ നിധിധ്യാസനം ചെയ്യണം. ആര്? ഇപ്പോൾ മുമുക്ഷുവായിട്ടിരിക്കുന്നവര്, ജിജ്ഞാസുക്കളായിട്ടിരിക്കുന്നവര്. എത്ര കാലം? ചിരം, അനേക കാലം. ഇത്രയാണ് ആ ശ്ലോകത്തിൽ പഠിച്ചത്. ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആചാര്യസ്വാമികള്. അടുത്ത ശ്ലോകം 102ഉം 103ഉം ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ വിശദീകരണം വരുന്നത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. യമോഹി നിയമസ്ത്യാഗോ മൗനം ദേശശ്ച കാലത ആസനം മൂലബന്ധശ്ച ദേഹസാമ്യം ച ദൃക്സ്ഥിതി. യമോഹി നിയമസ്ത്യാഗോ മൗനം ദേശശ്ച കാലത ആസനം മൂലബന്ധശ്ച ദേഹസാമ്യം ച ദൃക്സ്ഥിതി. പിന്നെ അടുത്ത ശ്ലോകം പ്രാണസംയമനം ചൈവ പ്രത്യാഹാരശ്ച ധാരണ ആത്മധ്യാനം സമാധിശ്ച പ്രോക്തന്യംഗാനി വൈ ക്രമാത്. പ്രാണസംയമനം ചൈവ പ്രത്യാഹാരശ്ച ധാരണ ആത്മധ്യാനം സമാധിശ്ച പ്രോക്താന്യംഗാനി വൈ ക്രമാത്. ഇതാണ് രണ്ട് ശ്ലോകം, 102, 103 ശ്ലോകങ്ങള്. ഈ രണ്ട് ശ്ലോകങ്ങളില് 15 അംഗങ്ങളെയാണ് പറയുന്നത്. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലെ 15 അംഗങ്ങളെ ഇവിടെ നേരത്തെ പറഞ്ഞു. ആ അംഗങ്ങളെ എടുത്തുകൊണ്ട് ആചാര്യസ്വാമി അതിനെ എങ്ങനെയാണ് ഒരു ജ്ഞാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അഡ്വാൻസ്ഡ് സ്റ്റേജിലുള്ള പഠിച്ച് എത്തിയിരിക്കുന്ന ആള് ഈ 15 അംഗങ്ങളെ എടുത്ത് എങ്ങനെ നിധിധ്യാസനം ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത്. രണ്ട് ശ്ലോകങ്ങളിൽ 15 അംഗങ്ങളെ പറയുന്നു. 15 പേരുകൾ, 15 നാമങ്ങൾ, 15 നെയിമാണ് ഇവിടെ പറയുന്നത്. യോഗശാസ്ത്രത്തിലെ തിരഞ്ഞെടുത്ത 15 അംഗങ്ങൾ, അതിന്റെ പേരുകൾ ഇവിടെ പറയും. ഒന്ന് യമഹ. അപ്പോ നേരത്തെ പറഞ്ഞു ഡിക്ഷണറി മീനിങ് ഒന്ന്. പതഞ്ജലി എന്ന ആ യോഗശാസ്ത്രത്തിന് പതഞ്ജലി മഹർഷി കൊടുത്ത അർത്ഥം ഒരു വാക്യത്തിന് ഒന്ന്. ആ രണ്ടുമല്ലാതെ ശങ്കരാചാര്യസ്വാമികള് നിധിധ്യാസകന് വേണ്ടിയിട്ട് വേറെ ഒരു അർത്ഥതലത്തിലേക്കാണ് വന്നിരിക്കുന്നേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം പിന്നീട്. ഇപ്പൊ എന്താ പറയുന്നത് നോക്കാം. യമഹ ഡിക്ഷണറി മീനിങ് എന്താണ്? നിയന്ത്രണം. പതഞ്ജലി മഹർഷി എന്താണ് പറഞ്ഞത്? അദ്ദേഹം യമഹ എന്നതിന് 5 സാധനങ്ങളെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? യമഹ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ അദ്ദേഹം 5 സാധനങ്ങളെ പറഞ്ഞു. ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ. ഇത് മുഴുവൻ യമത്തിനകത്താണ് അദ്ദേഹം പറഞ്ഞത്.
ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ എന്നിവ. അപ്പൊ യമഹ എന്നത് എന്ത് ചെയ്യാൻ പാടില്ല എന്നതാണ് അവിടെ മുഖ്യം. യമഹ എന്നതില് എന്താണ് ചെയ്യാൻ പാടില്ല എന്നതാണ് മുഖ്യം. നമ്മളും ഈ യമജമാദികളിൽ കൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. പഴയ ക്ലാസ്സുകളിൽ നോക്കിയാൽ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. യമത്തിനകത്ത് വരുന്നു അഹിംസ, സത്യം പറയൽ, അസ്തേയം അതായത് മോഷ്ടിക്കാതിരിക്കൽ, ബ്രഹ്മചര്യം, അപരിഗ്രഹം അതായത് അമിതമായ സമ്പാദ്യം ഒഴിവാക്കൽ. യമത്തിനകത്ത് അഹിംസ വളരെ പ്രധാനപ്പെട്ടാണ്. യമം എന്ന സാധനയില് അഹിംസ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യം മാത്രമേ പറയാവൂ, നിർബന്ധമാണ്. മോഷ്ടിക്കാതിരിക്കൽ, മറ്റുള്ളവരുടെ ഒന്നും എടുക്കാതിരിക്കുക, അസ്തേയം. പിന്നെ ബ്രഹ്മചര്യം വളരെ പ്രധാനമാണ്. അപരിഗ്രഹം അതുമാണ്, അതായത് അമിതമായ സമ്പാദ്യം ഒഴിവാക്കൽ. ആവശ്യത്തിനുള്ളതേ സമ്പാദിക്കാവൂ, അമിതമായ സമ്പാദ്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകരുത്. നമ്മുടെ ഊർജത്തെ, പ്രവൃത്തികളെയും അതിലേക്ക് കൊണ്ടുപോകരുത്. പിന്നെ നിയമം പറയും, യമനിയമം എന്ന് പറയും. നിയമം പറയുന്നത് എന്താണ്? ശൗചം, ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് നിയമത്തിനകത്ത്. പിന്നെ സന്തോഷമായിട്ടിരിക്കണം, തപസ് ചെയ്യണം, സ്വാധ്യായം ധാരാളം ചെയ്യണം, ഈശ്വര പ്രണിധാനം അതായത് സമർപ്പണം, ഈശ്വരന് സമർപ്പിച്ച് ജീവിക്കണം. അപ്പോ പതഞ്ജലി മഹർഷി ആദ്യം ഒരു സാധകൻ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്? അഹിംസ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഹിംസ ചെയ്യാൻ പാടില്ല, അതായത് അഹിംസയിൽ ഉണ്ടായിരിക്കണം. അസത്യം പറയാൻ പാടില്ല, സത്യം പറയണം. ഇങ്ങനെ കുറെ കാര്യങ്ങളെ, ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളെ ആദ്യം അദ്ദേഹം പറഞ്ഞു. ആരെയും ഹിംസിക്കരുത്, ഹിംസാന കുര്യാത്, ഹിംസാന കുര്യാത് അതാണ് അഹിംസ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഹിംസിക്കരുത്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഹിംസിക്കരുത്. നമ്മൾ ഈ ഒരു സ്റ്റേജ് കടന്നു വന്നവരാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഇനി ആചാര്യസ്വാമി പറയാൻ പോകുന്നത്. പിന്നെ ഇപ്പോ പതഞ്ജലി മഹർഷി രണ്ടാമത് പറഞ്ഞു, കള്ളം പറയരുത്, സത്യമേ പറയാവൂ. 3 അസ്തേയം, മറ്റുള്ളവരുടെ ഒന്നും മോഷ്ടിക്കരുത്, എടുക്കരുത്. ഇതെല്ലാം ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നതാണ്. ഇതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേജിലെ കാര്യങ്ങളെ ഇവിടെ എടുത്തുകൊണ്ട് അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോകരുത്. നമ്മൾ ഇനി അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് നമ്മുടെ പഠിത്തം. ആചാര്യസ്വാമി നമ്മളെ നേരത്തെ പറഞ്ഞു, ആദ്യം വിളിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ മഹാനുഭാവം എന്ന് വിളിച്ചു. അപ്പോ നമ്മളെ മിടുക്കനായിട്ടാണ് ഇപ്പൊ കണക്കാക്കിയിരിക്കുന്നത്, മിടുക്കനും മിടുക്കിയായിട്ട് കണക്കാക്കിയിരിക്കുന്നു. ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലെ ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊരു ഓർമ്മയോടുകൂടി വേണം ഇവിടുത്തെ കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കാൻ. അപ്പോ പതഞ്ജലി മഹർഷി പറയുന്നതെല്ലാം ഫസ്റ്റ് സ്റ്റേജിലാണ്, ആചാര്യസ്വാമി പറയാൻ പോകുന്നതെല്ലാം ഫൈനൽ സ്റ്റേജിലാണ്. ഇനി നിയമഹ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ശൗചം, ശുദ്ധി, ശുദ്ധം വേണം, ശുദ്ധമായി വെക്കണം, എല്ലാം വൃത്തിയായി ശുദ്ധമായും ഇരിക്കണം. ത്യാഗ പൊതുവെ വേണ്ടതാണ്, എല്ലാ സ്റ്റേജിലും വേണ്ടതാണ്. ത്യാഗ പൊതുവെ വേണ്ടതാണ്. അജ്ഞാനിക്കും ജ്ഞാനിക്കും വേറെ വേറെ അർത്ഥം. ത്യാഗത്തിന് അജ്ഞാനിക്കും ജ്ഞാനിക്കും വേറെ വേറെ അർത്ഥമുണ്ട്, അത് വരും വഴിയെ. പിന്നെ മൗനം, അതും 2 തരത്തിൽ വരും. ജ്ഞാനി എങ്ങനെയാണ് മൗനം ആചരിക്കേണ്ടത്, അജ്ഞാനി എങ്ങനെയാണ് മൗനം ആചരിക്കേണ്ടത് എന്ന് വരും. അപ്പോ മൗനം. പിന്നെ ദേശ, ധ്യാന അംഗമാണ് ദേശം, ധ്യാനത്തിന്റെ അംഗം. യോഗശാസ്ത്രത്തില് പ്ലേസ് ഓഫ് മെഡിറ്റേഷൻ, അത് ദേശ എന്ന് പറയും. പിന്നെ കാലം, സമയം, ഏതു നേരത്തെ ധ്യാനിക്കണം, എത്ര നേരം, ഡ്യൂറേഷൻ, ഇതൊക്കെയാണ് കാലത്തിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് ആസനം, അതായത് എങ്ങനെയാണ് ധ്യാനം ചെയ്യുവാൻ വേണ്ടി ഇരിക്കേണ്ടത്, ഇരിപ്പ്. പിന്നെ മൂലബന്ധ, നമുക്ക് ഒരു തടസ്സം, ഒരു കഷ്ടം, ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതിനെ 2 വിധത്തില് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒന്ന്, അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ തീർക്കാം, ആ തടസ്സത്തിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ തീർക്കാം. 2, അതിന്റെ ഒറിജിനൽ കാരണത്തെ തീർക്കാം. ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ ഉള്ള അതിന്റെ പ്രഭവസ്ഥാനത്തെ തന്നെ ഇല്ലാതെ കണ്ടാക്കാം.
അപ്പൊ തലവേദന വരുമ്പോ അതൊരു ടെമ്പററി മെഡിസിൻ ആണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെ? തലവേദന വരുമ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ തലവേദന നമ്മൾ അറിയുന്നില്ല. അത് ശരിക്കും പറയാൻ റീസൺ ഫൈൻഡിങ് അല്ല. അവിടെ മൂലകാരണം അവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് എനിക്കിങ്ങനെ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മൂല കാരണത്തെ കണ്ടുപിടിക്കും. അപ്പൊ അതും ഇതുമായിട്ട് ആദ്യത്തെ സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ ആ മൂലബന്ധ എന്ന് പറഞ്ഞാൽ ആ ഒറിജിനൽ ആയിട്ടുള്ള തടസ്സത്തെ കണ്ടുപിടിക്കലാണ്. മൂലകാരണം കണ്ടുപിടിക്കൽ, അതാണ് മൂലബന്ധ. പിന്നെ പറയുന്നു ദേഹസാമ്യം. ധ്യാനത്തിലെ ശരീരസ്ഥിതിയാണ് ദേഹസാമ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോഡിയുടെ പൊസിഷൻ, ധ്യാനത്തിലിരിക്കുന്ന ആള് ഏത് പൊസിഷനിൽ ഇരിക്കണം, എങ്ങനെ ശരീരത്തെ എന്താ പറയാ, ശരീരത്തെ നിർത്തണം, കയ്യും കാലും ഒക്കെ എങ്ങനെ ഇരിക്കണം, നടു എങ്ങനെ ഇരിക്കണം, തല എങ്ങനെ ഇരിക്കണം, കഴുത്ത് എങ്ങനെ ഇരിക്കണം എന്നുള്ള അതിന്റെ ബോഡി പൊസിഷനിങ്. പിന്നെ 10ാമതായിട്ട് വരുന്നു ദൃക്സ്ഥിതി. ദൃക്സ്ഥിതി എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലിരിക്കുന്ന ആളുടെ വിഷൻ പൊസിഷൻ എന്തായിരിക്കണം, വിഷൻ പൊസിഷൻ എന്തായിരിക്കണം. അത് ഗീതയിലും പറയുന്നുണ്ട്, നാസാഗ്രത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. നാസാഗ്രത്തിൽ നോക്കുന്നത് പോലെ പാതി അടഞ്ഞ കണ്ണുകൾ, ഇങ്ങനെയൊക്കെ അവിടെയും പതഞ്ജലിയും പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തില് യമോഹി നിയമത്യാഗ മൗനം ദേശശ്ച കാലത ആസനം മൂലബന്ധശ്ച ദേഹസാമ്യം ച ദൃക്സ്ഥിതി. ഇത്രയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. 102ാമത്തെ ശ്ലോകത്തിൽ എത്ര എണ്ണം ഉണ്ട്? അപ്പൊ അതിനകത്ത് യമോഹി നിയമ. അപ്പൊ യമം, നിയമം, ത്യാഗം, മൗനം, ദേശം, കാലം, ആസനം, മൂലബന്ധം, ദേഹസാമ്യം, ദൃക്സ്ഥിതി, ഇങ്ങനെ 10 അംഗങ്ങളെ അവിടെ പറയുന്നു. ഒന്നുകൂടെ പറയാം. യമോഹി നിയമത്യാഗ, യമം, നിയമം, ത്യാഗം, മൗനം, ദേശസ്ഥ കാലത, മൗനം, ദേശം, കാലം, ആസനം മൂലബന്ധശ്ച, ആസനം, മൂലബന്ധം, ദേഹസാമ്യം ച ദൃക്സ്ഥിതി, ദേഹസാമ്യവും ദൃക്സ്ഥിതിയും. ഇങ്ങനെ 10 അംഗങ്ങള് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സാധകൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, യോഗ ചെയ്യുന്ന ആൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അദ്ദേഹം അവിടെ വിവരിച്ചിട്ടുണ്ട്. നമ്മളും ഇതിന്റെ കുറെ കാര്യങ്ങളെല്ലാം മുഴുവനായിട്ടുള്ള യോഗശാസ്ത്രത്തിലെ അല്ലെങ്കിലും കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യത്തെ സ്റ്റേജില് ഒരു സാധകൻ എന്ന നിലയ്ക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് ആചാര്യസ്വാമി ഈ അപരോക്ഷ അനുഭൂതിയുടെ തുടക്കത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതെല്ലാം ശീലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോ അനുമാനിക്കാം. അടുത്ത 103ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞേ? പ്രാണസംയമനം ചെയ്വ പ്രത്യാഹാരശ്ച ധാരണ ആത്മധ്യാനം സമാധിശ്ച പ്രോക്താന്യംഗാനി വൈക്രമ. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പൊ 10 എണ്ണമായി, ഇനി 5 എണ്ണം കൂടി ഉണ്ട്. 5 സാധനങ്ങളെ കൂടെ പറയുന്നുണ്ട്. പ്രാണസംയമനം, അതായത് പ്രാണായാമം. പ്രാണസംയമനം എന്ന് പറഞ്ഞാൽ പ്രാണായാമം, അത് ഒരു അംഗമാണ്. അത് സാധാരണ ആൾക്കാർ എങ്ങനെ ചെയ്യും, നിധിധ്യാസകൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് വ്യത്യാസമുണ്ട്. പിന്നെ പ്രത്യാഹാര, അത് നമ്മൾ ദമം എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്. ദമഹ, അതാണ് പ്രത്യാഹാരം, ഇന്ദ്രിയ നിയന്ത്രണം, ആഹാരം, ഭക്ഷണം എന്നിവയിലുള്ള നിയന്ത്രണങ്ങള്. പ്രതി ആഹാരം, ഭക്ഷണം കൊടുക്കാതിരിക്കൽ. എങ്ങനെ കൊടുക്കാതിരിക്കലാണ്? ഇന്ദ്രിയങ്ങൾ ചോദിക്കുമ്പോൾ ഏത് ഇന്ദ്രിയം ഉള്ളിലേക്ക് എടുക്കുന്നതും ആഹാരമാണ്. ഏത് ഇന്ദ്രിയമാണെങ്കിൽ, കണ്ണ്, മൂക്ക്, ചെവി, വായ, ഏത് ഇന്ദ്രിയമാണെങ്കിലും അത് അകത്തേക്ക് എന്തെങ്കിലും ഇൻപുട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ആഹാരമാണ്. അപ്പോ അവിടെയാണ് തോന്നിയതെല്ലാം, ഓരോ ഇന്ദ്രിയത്തിനും എന്തൊക്കെ വേണോ അവർക്ക് അത് ഇഷ്ടം പോലെ ഉള്ളിലേക്ക് എടുക്കാനുള്ള ഒരു അനുവാദം കൊടുക്കാതിരിക്കലാണ് പ്രത്യാഹാരം. കൊടുക്കാതിരിക്കൽ. പിന്നെ ചിലതോ നാക്കിന്റെ കാര്യത്തിൽ മൊത്തം കഴിക്കാതിരിക്കൽ. ഇന്ദ്രിയങ്ങൾ മൂലമുള്ള ഭോഗം, ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹമനുസരിച്ചുള്ള ഭോഗത്തെ മുഴുവൻ അവരുടെ ഇഷ്ടം പോലെ കൊടുക്കാതിരിക്കലാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പൊ 2ാമത്. പിന്നെ വരുന്നു ധാരണ. പ്രാണസംയമനം ചെയ്വ പ്രത്യാഹാരസ്ഥ ധാരണ. ധാരണ എന്ന് പറഞ്ഞാൽ ഫോക്കസിങ് ദ മൈൻഡ്, മനസ്സിനെ ഫോക്കസ് ചെയ്യുക. എന്തിന്? ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് മനസ്സിന് എന്ത് ചെയ്യണം എന്ന്
ആ ഒരു നിർദ്ദേശം കൊടുത്ത് മനസ്സിനെ അവിടെ നിർത്തുന്നതാണ് ധാരണ. താല്പര്യ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ ധ്യാനം എന്ന് നമ്മൾ ഈശ്വര വിഷയങ്ങളിലാണല്ലോ ഫോക്കസ് ചെയ്യുക. ധ്യാനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ജ്യോതിയിലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ധാരണ വരും അവിടെ. അതിനെ ധാരണ എന്ന് പറയുന്നത് താല്പര്യ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യലാണ് ധാരണ. അത് ഏത് തരത്തിൽ വേണമെങ്കിൽ ആകാം. അടുത്തത് പറയുന്നു ആത്മധ്യാനം. ആത്മധ്യാനം ധ്യാനം തന്നെ. എടുത്ത വിഷയത്തില് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് ധ്യാനം. ഫോക്കസ് ചെയ്ത സ്ഥലത്ത് തന്നെ മനസ്സിനെ വച്ച് സ്റ്റഡിയായി വെക്കുന്നതാണ് ധ്യാനം. മനസ്സിനെ സ്റ്റഡിയായി ഒരു പോയിന്റിൽ നിർത്തുന്നതാണ് ധ്യാനം. അടുത്തത് സമാധിശ്ച എന്ന് പറയുന്നുണ്ട്. 15ാമത്തെ അംഗം. പരിചയിച്ച ധ്യാനത്തെ, പ്രാക്ടീസ് ചെയ്ത് കുറെ നാൾ ചെയ്ത് വന്ന ആ ധ്യാനത്തെ എഫർട്ട്ലെസ് ആക്കി ഇരുത്തലാണ് സമാധി. അത് നല്ലൊരു വെർഷനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും സമാധി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സമാധി എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ? അപ്പോ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ധ്യാനമൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ധ്യാനമൊക്കെ ചെയ്ത്, അപ്പൊ ധ്യാനത്തിന് എങ്ങനെയാ ആദ്യത്തെ സ്റ്റേജിലൊക്കെ നല്ല സ്ഥലം, നല്ല സമയം, കാലം ഒക്കെ നോക്കി, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലം നോക്കി, നല്ലൊരു ആസനമൊക്കെ വിരിച്ച്, ബോഡിക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ ബോഡിയൊക്കെ നേരെ ഇരുത്തി, നേരത്തെ പറഞ്ഞ പോലെ നാസാഗ്രത്തിലോ അല്ലെങ്കിൽ പുരികത്തിന്റെ മധ്യത്തിലോ ഒക്കെ നോക്കി കണ്ണൊക്കെ ഉറപ്പിച്ച്, കണ്ണ് പാതി അടച്ച്, വേറെ ശബ്ദങ്ങളൊന്നും പുറപ്പെടുവിക്കാതെ, കയ്യും കാലുകളെല്ലാം അനക്കാതെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരു ധ്യാന പരിശീലനം ചെയ്ത് ധ്യാനത്തിൽ ഇരിക്കുന്നു എന്ന് ഒരു ആള് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ എന്തായിരിക്കും? ഇതെല്ലാം നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യണം. കണ്ണിനെ പാതി അടച്ചു പിടിക്കാൻ എളുപ്പമല്ല, നാസാഗ്രത്തിൽ നോക്കാൻ എളുപ്പമല്ല, പിന്നെ പുരികങ്ങളുടെ മധ്യത്തിലേക്ക് നോക്കിയിരിക്കാൻ എളുപ്പമല്ല, ശബ്ദം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതിരിക്കാൻ എളുപ്പമല്ല, എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രതികരിക്കാതെ മൗനമായിട്ടിരിക്കാൻ പറ്റുന്നത് എളുപ്പമല്ല. മൊത്തത്തില് ഒരു ധ്യാനത്തിൽ ഇരിപ്പ് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ശരിക്കും ആദ്യത്തെ സ്റ്റേജില് കുറെ എഫർട്ടുണ്ട് അല്ലെ? ശരീരത്തെ അനങ്ങാതെ നിർത്തണം, നടു നിവർന്നിരിക്കണം, കഴുത്ത് നിവർന്നിരിക്കണം, ഉറക്കം വരാതെ നോക്കണം. വലിയ പ്രശ്നമാണ്. ഉറക്കം വരാതെ നോക്കണം. ഇങ്ങനെ ഒരുപാട് എഫർട്ട്സ് ഉണ്ട് അവിടെ. ധാരാളം എഫർട്ടുകൾ അവിടെ ചെയ്യുന്നുണ്ട്. ഏത് ഒരു ധ്യാനത്തിന് ഇരിക്കുമ്പോൾ എഫർട്ടുണ്ട്. ഈ എഫർട്ടുകള് വളരെ കാഷ്വലായിട്ട് എഫർട്ട്ലെസ് ആയി വരണം. കുറച്ച് പരിചയിച്ച് കഴിയുമ്പോൾ എഫർട്ട്ലെസ് ആവും. അങ്ങനെ എഫർട്ട്ലെസ് ആയിട്ട് ഇരുന്നാൽ അതിനെ അവിടെ സമാധി എന്ന് പറയും. ധ്യാനത്തില് എഫർട്ട്ലെസ് ആയിട്ടുള്ള ഇരിപ്പ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആലോചിച്ച് നോക്കിയറിയാം, അല്ലെങ്കിൽ ചെയ്തു നോക്കിയറിയാം. അപ്പൊ അങ്ങനെ എഫർട്ട്ലെസ് ആയി ധ്യാനത്തിൽ മുഴുകി ഇരിക്കുന്ന അവസ്ഥയാണ് സമാധി. ഇതെല്ലാം അടുത്തടുത്തായിരിക്കണേ. ധാരണയും ധ്യാനവും സമാധിയും തമ്മിൽ ചെറിയ 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 വ്യത്യാസങ്ങളേ ഉള്ളൂ. 3 പേര് അടുത്തടുത്താണ്, തൊട്ടടുത്താണ് എല്ലാവരും നിൽക്കുന്നത്. ഒരു എണ്ണം ക്ലിയർ ചെയ്ത ഉടനെ അടുത്ത സ്റ്റേജിലേക്ക് വരും, അവിടെ ക്ലിയർ ചെയ്ത ഉടനെ അടുത്ത സ്റ്റേജിലാവും, തന്നെത്താനതായി വരും. അപ്പൊ ഈ 3 ധാരണ, ധ്യാനം, സമാധി എന്നിവ അടുത്തടുത്താണ്. ഇനി എന്താ പറയണേ? പ്രോക്താനി അംഗാനി വൈ ക്രമാൻ. പ്രോക്താന്യംഗാനി വൈക്രമാൻ. പ്രോക്താനി അംഗാനി വൈക്രമാൻ. ഈ ഓർഡറിൽ എന്നാൽ അംഗങ്ങൾ പറയപ്പെടുന്നു എന്ന് ആചാര്യസ്വാമി പറഞ്ഞു. ഈ ഓർഡറിലാണ് ഞാൻ അംഗങ്ങളെ പറയുന്നത്. പതഞ്ജലി മഹർഷി പറഞ്ഞ 15 കാര്യങ്ങളെ, അവിടെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞ 15 അംഗങ്ങളെ ഈ ക്രമത്തിൽ എന്നാൽ ഇവിടെ പറയപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്ക് നിധിധ്യാസനത്തിനായി ഈ 15 അംഗങ്ങളെ ഞാൻ പറയുന്നു, എന്നാൽ പറയപ്പെടുന്നു എന്ന് ആചാര്യസ്വാമി ഇവിടെ പറയുന്നു. ഈ പറഞ്ഞ 15 അംഗങ്ങൾക്ക് യോഗശാസ്ത്രത്തിൽ ഒരർത്ഥം പതഞ്ജലി മഹർഷി കൊടുത്തിട്ടുണ്ട്. ഡിക്ഷണറിയിൽ വേറെ അർത്ഥം കാണാം. ആചാര്യസ്വാമി ഇത് രണ്ടും വിട്ട് നിധിധ്യാസനത്തിനായി വേറെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സ്റ്റേജിൽ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ടോ മറ്റുള്ളവരോട് പറഞ്ഞിട്ടോ ഒരു വിശേഷം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് അവനവൻ മാത്രം ഇത് കീപ്പ് ചെയ്യുക. അവനവൻ കീപ്പ് ചെയ്യുമ്പോൾ പോലും ഇനി വരുന്ന കാര്യങ്ങൾ വളരെ 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 ഹയർ ലെവലിലുള്ളതാണ്.
നമുക്ക് തന്നെ സംശയം തോന്നാം ഇങ്ങനെയൊക്കെ ആകുമോ എന്ന്. അത്രയും ഹയർ ലെവലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ദയവ് ചെയ്ത് ഇത് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യരുത്. ആവശ്യമുള്ളവരോട് അത്രത്തോളം ഒരു ആത്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാള്, ആത്മജ്ഞാനത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ റിസീവ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നവരോട് മാത്രമേ ഈ നിധിധ്യാസനം, ആചാര്യസ്വാമി ഇവിടെ പറഞ്ഞു തരുന്ന നിധിധ്യാസന പ്രക്രിയ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവില്ല. മാത്രമല്ല നമ്മളും കൺഫ്യൂഷനിൽ ചെന്ന് ചാടും. അത് വേണ്ട. അപ്പോ വേറൊരു അർത്ഥ തലത്തിലേക്കൂടെയാണ് ഇവിടെ പോകുന്നത്. വാക്കർത്ഥമല്ല, ഡിക്ഷണറി മീനിങ് അല്ല, പിന്നെ നമ്മൾ കേട്ട് പരിചയിച്ച അർത്ഥവുമല്ല. നമ്മൾ കേട്ട് പരിചയിച്ചാലുണ്ടല്ലോ, യമം ശമം ഒക്കെ, ഇതിനൊക്കെ യമനിമാദികൾക്കൊക്കെ, ശമത്തിന് ദമത്തിനൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ച കുറെ അർത്ഥമുണ്ട് നമ്മുടെ കയ്യിൽ, പലതിലും കേട്ടിട്ടുണ്ട്. ആ അർത്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യാസപ്പെടുത്തിയാണ് ആചാര്യസ്വാമി പറഞ്ഞു തരാൻ പോകുന്നേ. 15 സാധനങ്ങൾ തന്നെയാണത്. 15 സാധനകൾ തന്നെയാണ്. ആ സാധനങ്ങളെ നിധിധ്യാസനത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെ എന്നാണ് ആചാര്യസ്വാമി പറഞ്ഞു തരാൻ പോകുന്നത്. ആ സാധനങ്ങളെ നിധിധ്യാസനത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയാൻ പോകുന്നു. അടുത്ത ശ്ലോകം. സർവം ബ്രഹ്മേതി വിജ്ഞാനാത് ഇന്ദ്രിയഗ്രാമ സംയമഃ യമോയമിതി സംപ്രോക്തഃ അഭ്യസനീയോ മുഹുർമുഹുഃ. സർവം ബ്രഹ്മേതി വിജ്ഞാനാത് ഇന്ദ്രിയഗ്രാമ സംയമഃ യമോയമിതി സംപ്രോക്തഃ അഭ്യസനീയോ മുഹുർമുഹുഃ. ആദ്യത്തെ അംഗം, ആദ്യത്തെ വാക്ക്, ആദ്യത്തെ സാധന, അതിനെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്താണത്? യമഃ. ആദ്യത്തെ അംഗം. 15 അംഗങ്ങൾ പറഞ്ഞതിൽ ആദ്യത്തെ അംഗമായ യമത്തെ കുറിച്ച് ഇവിടെ ആചാര്യസ്വാമി പറയാൻ പോകുന്നു. യമം എന്ന് പറഞ്ഞാൽ എന്താണ്? യമഃ, നിയന്ത്രണം, റിസ്ട്രെയിൻ ഫ്രം സംതിങ്, അല്ലെ? നിയന്ത്രണം, നിവൃത്തി, മാറ്റി നിർത്തൽ, നീക്കൽ എന്നൊക്കെയാണ് ഡിക്ഷണറി മീനിങ്. യമഃ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം, നിവൃത്തി, മാറ്റി നിർത്തൽ, നീക്കൽ എന്നൊക്കെ ഡിക്ഷണറി മീൻ, സാമാന്യത്തിലുള്ള അർത്ഥം. പതഞ്ജലി മഹർഷി അവിടെ പറഞ്ഞത് എന്താണ്? യമത്തിന് അഹിംസ, സത്യം, കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാമാണ് പതഞ്ജലി മഹർഷി കൊടുത്ത വർഷം. അവിടെ യമഃ എന്ന് പറയുമ്പോ അഹിംസ, സത്യം പറയല്, ഇല്ലേ? നമ്മളിപ്പോ തന്നെ നോക്കിയല്ലോ എന്തൊക്കെയായിരുന്നു അത് പതഞ്ജലി മഹർഷി പറഞ്ഞത്. അഹിംസ, സത്യം പറയൽ, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇതെല്ലാം അദ്ദേഹം അവിടെ യമത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു. അപ്പൊ 2 മീനിങ് ആയി. ഒന്ന് സാമാന്യ മീനിങ് കഴിഞ്ഞ്, രണ്ടത് പതഞ്ജലി മഹർഷി പറഞ്ഞ മീനിങ്ങുമായി. ഇവിടെ ആചാര്യസ്വാമി പറയുന്നു വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയൽ. വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയൽ. യമഃ എന്നുള്ളതിനെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയൽ എന്നാണ് ഇവിടെ പറഞ്ഞത്. വിഷയേഭ്യ ഇന്ദ്രിയാണാം നിയന്ത്രണം. വിഷയേഭ്യഃ ഇന്ദ്രിയാണാം നിയന്ത്രണം അല്ലെങ്കിൽ നിവാരണം. വിഷയം എന്താണ്? വിഷയം സുഖം തരുന്ന വസ്തുക്കളുടെ പേരാണ് വിഷയം. വിഷയങ്ങൾ എന്ന് പറയുന്നത് സുഖം തരുന്ന വസ്തുക്കൾ. അതിന്റെ ചിന്തകൾ പോലും സുഖം തരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സുഖം തരുന്ന വസ്തുക്കളും അവയെക്കുറിച്ചുള്ള ചിന്തകളും ഇതെല്ലാം നമുക്ക് അതിന് വിഷയം എന്ന് പറയും. സുഖം ശരീരത്തിനുമാകാം, മനസ്സിനുമാകാം, ഇല്ലേ? ശരീരത്തിന് പ്രത്യേക സുഖമൊന്നുമില്ലാതെ മനസ്സിന് സുഖം അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ എത്രയോ ഉണ്ട്. ശരീരത്തിന് സുഖമുണ്ടെങ്കിലും മനസ്സിന് സുഖമില്ലാത്ത സന്ദർഭങ്ങൾ എത്രയോ ഉണ്ട്. അപ്പൊ ഒരു പ്ലഷർ, അല്ലെ? വേറെ ഒന്നും ആലോചിക്കാതിരിക്കുക, സുഖം മാത്രം ആഗ്രഹിക്കുക. അപ്പോ ആ ഒരു അവസ്ഥ, ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, സുഖം മാത്രം ആഗ്രഹിക്കുക, വേറെ ഒന്നും ആലോചിക്കാതെ. അപ്പൊ ഇന്ദ്രിയങ്ങളെ ശാന്തമായി നിർത്തലാണ്. ഇന്ദ്രിയങ്ങളെ ശാന്തമായിട്ട് നിർത്തുക. ഒന്നും ആലോചിക്കുന്നില്ല, ഒരു ഇന്ദ്രിയത്തിനും ഒന്നും കൊടുക്കുന്നില്ല.
ഒരു ഇന്ദ്രിയത്തിന്റെ ആഗ്രഹത്തെ കുറിച്ചും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശാന്തമായ ഒരു അവസ്ഥയുണ്ട്. ഇന്ദ്രിയാണാം ശാന്തിഹി. അപ്പോ ഇന്ദ്രിയങ്ങളെ വാക് ശാന്തി അങ്ങനെ പറയും. നിധിധ്യാസനം ചെയ്യുന്ന സാധകൻ ഇന്ദ്രിയങ്ങളെ സമാധാനമായി ശാന്തമായി നിർത്തണം. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയങ്ങളെ ശാന്തമായി നിർത്തണം. അപ്പോൾ ചോദ്യം, ഇന്ദ്രിയങ്ങൾ എപ്പോഴാണ് ശാന്തമായി ഇരിക്കുക? എപ്പോഴാണ് ഇന്ദ്രിയങ്ങൾ ശാന്തമായിട്ടിരിക്കുക? നല്ലൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം അവനവനിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും ശാന്തി എന്ന് പറയുന്നത്. ശാന്തമായി ഇരിക്കുന്നത് അവനവനിൽ തന്നിടത്തിൽ തന്നെ ഇരിക്കുമ്പോൾ. അതാണൊരു കാരണം. ഓൾറെഡി ആ ഇന്ദ്രിയം അതിൻ്റെ സുഖം അനുഭവിച്ച ഉടനെ ശാന്തമായി അവിടെ ഇരിക്കും. സുഖാനുഭവം ഉള്ളിടത്തോളം കാലം ചുമ്മാ ഇരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. എന്തെങ്കിലും വിഷയമായിട്ടുള്ള സുഖം അനുഭവിച്ചാലുള്ള പ്രശ്നമാണ്. അതിൽ തന്നെ ഇരുന്നാലുള്ള അവസ്ഥയും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ സുഖം അനുഭവിച്ചാൽ ഇന്ദ്രിയം ആ സുഖം അനുഭവിക്കുന്ന സമയം അവിടെ ശാന്തമായിട്ടിരിക്കും. ആ സുഖാനുഭവത്തിന് ശേഷം അത് കിട്ടിയില്ലല്ലോ എന്ന് അശാന്തമാവും. അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ സുഖം അനുഭവിച്ചുകൊണ്ട് ശാന്തമായിരിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞ്. വിഷയവുമായിട്ട് ബന്ധിപ്പിക്കാതെ എങ്ങനെ സുഖമായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരാളുടെ മുമ്പില് കുറെ മധുരപലഹാരം ഇരിക്കുന്നു. അദ്ദേഹം ചുമ്മാ ഇരിക്കുന്നു. നമുക്ക് തോന്നും, എന്താ ഇങ്ങനെ? നമ്മൾ കാണുന്നതിന് മുമ്പ് അയാൾ കുറച്ച് ആ മധുരപലഹാരം കഴിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കുറെ മധുരപലഹാരത്തിന് മുമ്പിൽ അയാൾ വെറുതെ ഇരിക്കുന്നു. നമ്മൾ തോന്നുന്നത് എന്താ അയാൾ കഴിക്കാത്തതെന്ന്. ഓൾറെഡി അയാൾ കഴിച്ചിരുന്നു. നമ്മൾ കാണുന്നതിന് മുമ്പ് അയാൾ കുറെ കഴിച്ചിരുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ എന്താ വിചാരിക്കുക? എത്രയും മധുരപലഹാരമൊക്കെ ഉണ്ടായിട്ട് ഒന്നും കഴിക്കുന്നില്ല, നല്ല കൺട്രോളുള്ള ഒരാളാണ് എന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെ ആക്ച്വലി സംഭവിച്ചത്, നമ്മൾ അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ്, ആ സിറ്റുവേഷനിൽ, ആ പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ വരുന്നതിന് മുമ്പ് അദ്ദേഹം ധാരാളം മധുരം കഴിച്ചിരുന്നു. അദ്ദേഹം ഭോഗം കൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്ദ്രിയം ടയേർഡായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയം അവിടെ ടയേർഡായിരുന്നു. അത് ഒരു കാരണം അല്ലെ? അങ്ങനെ അയാളിപ്പോ കഴിക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണം അങ്ങനെയാകാലോ. നമ്മൾ കാണുമ്പോൾ അങ്ങേര് കഴിക്കാതിരിക്കുന്നതിന്റെ കാരണം ഒന്ന്, ഓൾറെഡി കഴിച്ചതുകൊണ്ട് അവരുടെ ഇന്ദ്രിയം ടയേർഡ് ആയതുകൊണ്ടാകാം. പിന്നെ മറ്റൊരു കാരണം എന്താണ്? വൈരാഗ്യം കൊണ്ടുണ്ടാകാം. അദ്ദേഹത്തിന് മധുരത്തോടുള്ള വൈരാഗ്യമാകാം. ആ വൈരാഗ്യം എങ്ങനെ? തന്റെ ശരീരത്തിന് മധുരം നല്ലതല്ല എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ വൈരാഗ്യം അല്ലേ? വൈരാഗ്യം പലതരത്തിലും വരാലോ. അതിനോട് ശരീരത്തിനത് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് അതിനോട് വൈരാഗ്യം. ഈ മധുരം അനുഭവിക്കണമെന്ന ആഗ്രഹത്തെ ആരാ തോൽപ്പിക്കുന്നത്? അവിടെ വൈരാഗ്യം തോൽപ്പിക്കും അല്ലെ? ശരിക്കും മധുരം കാണുമ്പോൾ മധുരം കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അവിടെ രണ്ടാമത്തെ ഈ വൈരാഗ്യം എന്ന് പറഞ്ഞ കാര്യം ആ ആഗ്രഹത്തെ തോൽപ്പിച്ചു. ഏതാഗ്രഹത്തെ? മധുരം കഴിക്കണം എന്ന ആഗ്രഹത്തെ വൈരാഗ്യം തോൽപ്പിച്ചു. ഇതാണ് ഒരു സാധകന്റെ നില. ഒരു സാധകന്റെ നില ഇതാണ്. സാധാരണ ഒരു സാധകന്റെ നില ഇതാണ്. വൈരാഗ്യം കൊണ്ട് അവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക. എന്നാൽ ഇവിടെ നോക്കുന്ന വേറൊരു രീതിയിലാണ്. നിധിധ്യാസനം ചെയ്യുന്ന ആൾ എങ്ങനെ എങ്ങനെ യമം ശീലിക്കണം എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിധിധ്യാസനം ചെയ്യുന്ന ആള്, സെക്കൻഡ് ഫൈനൽ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന മുമുക്ഷു എങ്ങനെയാണ് യമം ശീലിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. സംസാരി എങ്ങനെയാ ഈ യമം ചെയ്യുന്നത്? ഇന്ദ്രിയങ്ങളെ നിർത്തുന്നത്, ഇന്ദ്രിയങ്ങളെ ശാന്തമായി നിർത്തുന്നത് സംസാരി. ഒരു സംസാരി ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് ശാന്തമായി നിർത്തുന്നത്? ഭോഗം കൊണ്ട് അല്ലെ?
ആ സുഖം ആസ്വദിക്കുമ്പോൾ ആ ഇന്ദ്രിയം അവിടെ ശാന്തമായി അത് സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് സംസാരിയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സംസാരി ഭോഗം കൊണ്ട് ഇന്ദ്രിയത്തെ അതിന്റെ സ്ഥിതിയിൽ സുഖത്തിൽ നിർത്തുന്നു. സാധകൻ എങ്ങനെയാണ്? സാധകൻ വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നു. സാധകൻ വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നു. ഇനി അടുത്തത് നിധിധ്യാസകൻ. നിധിധ്യാസകൻ എങ്ങനെയാണ്? അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. നിധിധ്യാസകൻ ജ്ഞാനം കൊണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഓർക്കുക, നിധിധ്യാസകൻ ജ്ഞാനം കൊണ്ട് സമാധാനമായി ഇന്ദ്രിയത്തെ വളരെ സമാധാനമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. നിധിധ്യാസകൻ ജ്ഞാനം കൊണ്ട് സമാധാനമായി ഇന്ദ്രിയത്തെ നിർത്തുന്നു. സംസാരി ഭോഗം കൊണ്ട് ഇന്ദ്രിയത്തെ അവിടെ നിർത്തുന്നു. സാധകൻ വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയത്തെ അവിടെ നിർത്തുന്നു. നിധിധ്യാസകൻ ജ്ഞാനം കൊണ്ട് ഇന്ദ്രിയത്തെ നിർത്തുന്നു. ആത്മജ്ഞാനഹേതുന ഇന്ദ്രിയ ശാന്തി, എന്നാണ് അവിടെ പറയേണ്ടത്. ആത്മജ്ഞാന ഹേതുന ഇന്ദ്രിയ ശാന്തി ഇസ് ഈക്വൽ ടു യമം. ആരെ സംബന്ധിച്ചിടത്തോളം? നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം. ആത്മജ്ഞാനത്തെ സാധനയായി ഉപയോഗിച്ച് ഇന്ദ്രിയത്തെ ശാന്തമായി വയ്ക്കുന്നു. ഇതാണ് നിധിധ്യാസനം ചെയ്യുന്ന കാര്യം. ആത്മജ്ഞാനത്താൽ ഇന്ദ്രിയത്തെ ശാന്തമായി വയ്ക്കുന്നു. അതായത് നിധിധ്യാസനത്തിന് ആത്മജ്ഞാനം വേണം. അവിടെയാണ് ആചാര്യസ്വാമി നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. നിധിധ്യാസനം എന്ന സാധനം ചെയ്യാൻ ആത്മജ്ഞാനം കൂടിയേ തീരൂ. അതാണല്ലോ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണല്ലോ. ആ ജ്ഞാനത്തിന്റെ പടവുകൾ പതുക്കെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവനെ നിധിധ്യാസകനാകാൻ പറ്റുള്ളൂ. ആചാര്യസ്വാമി പറയുന്നത്, എപ്പോഴെല്ലാം ഇന്ദ്രിയങ്ങൾ അവയുടെ മുൻകാല പ്രവൃത്തികൾ മൂലം വീണ്ടും വീണ്ടും സുഖമനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോൾ നാം ഈ ജ്ഞാനം കൊണ്ടുവന്ന് ഇന്ദ്രിയത്തെ നിയന്ത്രിക്കണം. അല്ലെ? ഇതിനു മുമ്പ് കേട്ട ഒരു രീതിയല്ല, ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഒരു സാധനയുടെ ആദ്യത്തെ സ്റ്റേജില് വേദാന്തം പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിനുള്ള ചിട്ടവട്ടങ്ങളിലൊക്കെ കയറുമ്പോൾ പല പല നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്ന ആ രീതിയെ അല്ല ഇപ്പോൾ പറയുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് എന്ന് സ്വയം ഓർക്കണം. ഇവിടെ പറയുന്നത് എപ്പോഴെല്ലാം ഇന്ദ്രിയങ്ങൾ അവയുടെ മുൻകാല പ്രവൃത്തികൾ മൂലം, അല്ലെ, ഇത്രയും വർഷം ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. മുൻകാല പ്രവൃത്തികൾ, ഈ ജന്മം മാത്രമല്ല ഇതിനു മുന്നുള്ള ജന്മങ്ങളിലും ഉള്ള വാസനകൾ നമ്മളിൽ ശക്തമായിട്ടുണ്ട്. ആ വാസനകൾ മൂലം ഇന്ദ്രിയങ്ങള് വീണ്ടും വീണ്ടും സുഖം അനുഭവിക്കണം എന്നാഗ്രഹിക്കും. ഉറപ്പാണ്. ഓരോരുത്തർക്കും ഓരോ തരം സുഖമാണ്, ഓരോ ഇന്ദ്രിയങ്ങളാണ്. എല്ലാവർക്കും ഒരേപോലെയല്ല. ചിലർക്ക് ധാരാളം കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കണം, യാത്രകൾ പോയിക്കൊണ്ടേയിരിക്കണം. ചിലർക്ക് ധാരാളം കച്ചേരികൾ കേട്ടുകൊണ്ടിരിക്കണം, കർണാടക സംഗീതം കേൾക്കണം, പല രാഗങ്ങൾ കേൾക്കണം. അങ്ങനെ ചിലർക്ക് ധാരാളം ഭജനകൾ കേൾക്കണം, ഈശ്വരനെ വർണ്ണിക്കുന്ന ഭജനകൾ കേൾക്കണം. ചിലർക്ക് വാദ്യമേളങ്ങൾ കേൾക്കണം, ചിലർക്ക് മേളം, അല്ലെ, പഞ്ചാരി മേളം, പാണ്ടിമേളം, ഇങ്ങനെ മേളങ്ങളിലെ ആസ്വാദനം. ഇങ്ങനെ ചെവിയുടെ കാര്യം നോക്കിയാൽ തന്നെ അവിടെ ഒരുപാട്, ചിലർക്ക് വെസ്റ്റേൺ മ്യൂസിക്, ചിലർക്ക് ഈസ്റ്റേൺ മ്യൂസിക്, ഇങ്ങനെ ചെവിയുടെ കാര്യം നോക്കിയാൽ തന്നെ ഒരുപാട് വെറൈറ്റി അവിടെ കാണും. അതേപോലെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പല 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 രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. അത് മുജ്ജന്മവുമായിട്ട് ചേർന്നിരിക്കുന്നു. വീണ്ടും വീണ്ടും അനുഭവിച്ചതിന്റെ വെളിച്ചത്തിലും അങ്ങനെ വരും. മുജ്ജന്മത്തിൽ അനുഭവിച്ചത് മാത്രമല്ല, ഈ ജന്മത്തിലും പലപ്പോൾ അനുഭവിച്ചപ്പോൾ കിട്ടിയ സുഖം കൊണ്ട് വീണ്ടും ഈ ഇന്ദ്രിയം ആ സുഖത്തെ ആഗ്രഹിക്കും. മനസ്സിനോട് പറയും വീണ്ടും വേണം, വീണ്ടും വേണം എന്ന് പറയും. അതല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാക്കിന്റെ കാര്യത്തിൽ അറിയാലോ, അത് നല്ല സ്വാദായിരുന്നു കേട്ടോ, ഒന്നുകൂടെ കിട്ടിയാൽ കൊള്ളാം, അങ്ങനെ പറയാറുണ്ടല്ലോ, ഇല്ലേ? കഴിഞ്ഞ ദിവസം കഴിച്ച ആ പായസം നല്ല കറക്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു, വളരെ നല്ലതായിരുന്നു, ഒന്നുകൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇതാണ് ആവർത്തനം കൊണ്ട്, വീണ്ടും വീണ്ടും കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു വാസന. നമ്മൾ ക്രിയേറ്റ് തന്നെ, ക്രിയേഷൻ, വാസനയുടെ ക്രിയേഷനും കൂടെ ഉണ്ടാവും. അപ്പൊ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, പുതിയ ക്രിയേഷൻസും ഉണ്ട്. അപ്പോ
അങ്ങനെ വീണ്ടും വീണ്ടും സുഖം അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ഇന്ദ്രിയങ്ങൾ, അപ്പോൾ നമ്മൾ ജ്ഞാനം കൊണ്ടുവന്ന്, ആത്മജ്ഞാനം കൊണ്ടുവന്ന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. എന്താണ് അവിടെ കൊണ്ടുവരേണ്ട ജ്ഞാനം? സർവം ബ്രഹ്മേതി വിജാനാത്. വളരെ പ്രധാനപ്പെട്ട വാക്യം. സർവം ബ്രഹ്മേതി വിജാനാത്. എല്ലാം ബ്രഹ്മം തന്നെ എന്ന ജ്ഞാനം കൊണ്ട് ഈ സുഖം തരുന്ന ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റാണ് സുഖം തരുന്നത്, അതെല്ലാം ബ്രഹ്മം തന്നെയാണ്. എല്ലാം, സർവവും, ഞാനും സുഖം തരുന്ന ഒബ്ജക്റ്റും രണ്ടും ബ്രഹ്മം തന്നെ. സർവം ബ്രഹ്മമായിട്ട് കാണാൻ. ഇന്ദ്രിയഗ്രാമ സംയമ, 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കലാണ് ഇന്ദ്രിയഗ്രാമ സംയമ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞ ആദ്യത്തെ വരിയാണ്, സർവം ബ്രഹ്മേതി വിജ്ഞാനാത് ഇന്ദ്രിയഗ്രാമ സംയമ. വിജാനാത് വിജ്ഞാനാത് രണ്ട് സംഗതി ഒന്ന് തന്നെ. സർവം ബ്രഹ്മേതി വിജ്ഞാനാത്, ചില പുസ്തകങ്ങൾ വിജാനാകുന്നുണ്ട്. ഇന്ദ്രിയഗ്രാമ സംയമ, 10 ഇന്ദ്രിയങ്ങളെയും സർവവും ബ്രഹ്മമാണ് എന്ന് കണ്ടുകൊണ്ടുള്ള നിയന്ത്രിക്കൽ. തത്വബോധം പഠിക്കുമ്പോ എന്തായിരുന്നു? തത്വബോധം പഠിക്കുമ്പോ ഇന്ദ്രിയ നിയന്ത്രണം ദമഹ, അല്ലെ? തത്വബോധം പഠിക്കുമ്പോ ഇന്ദ്രിയ നിയന്ത്രണം ദമഹയാണ്. അപ്പോൾ ഈ ജ്ഞാനത്താൽ നിയന്ത്രിക്കുക എന്ന് അവിടെ പറഞ്ഞില്ല. ഓർത്തു നോക്കൂ, ഇതിനു മുമ്പ് ഏതെങ്കിലും നമ്മൾ നിയന്ത്രണം പഠിക്കുമ്പോ, യമ നിമാദികളൊക്കെ പഠിക്കുന്ന സമയത്ത്, ശമം ദമം ഒക്കെ പഠിക്കുമ്പോ ജ്ഞാനത്താൽ നിയന്ത്രിക്കണം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അവിടെയെല്ലാം അതിൻ്റെ ദോഷവശങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ ഇതിനടിമയായി പോകുന്നുള്ളത് കൊണ്ട് മനസ്സിന് ചഞ്ചലപ്പില്ലാതിരിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞോളൂ. അതിന്റെ ധ്യാനത്തിന് ശരിയാവില്ല, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കിട്ടില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ ദമത്തിനെയൊക്കെ പറഞ്ഞത്. അപ്പോ ജ്ഞാനത്താൽ നിയന്ത്രിക്കുക എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ആ സ്റ്റേജില് വൈരാഗ്യ കാരണം വേറെ പലതുമാണ്, അല്ലേ? വൈരാഗ്യം കൊണ്ട് നിയന്ത്രിക്കണം. എന്നുവെച്ചാൽ നമ്മള് സംസാരിയായിട്ടല്ല അവിടെ, സംസാരി എന്നുള്ളതിൽ നിന്ന് കടക്കാൻ വേണ്ടിയിട്ടാണ്, അസംസാരിയാകാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് സംസാരിയായിരിക്കുമ്പോ ഭോഗം കൊണ്ടാണ് സുഖം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനെ നിയന്ത്രിച്ചത്. പിന്നെ സാധകനായി കഴിഞ്ഞപ്പോ വൈരാഗ്യം കൊണ്ട് നിയന്ത്രിക്കാൻ തുടങ്ങി. അത് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ്. ആ സ്റ്റേജിലാണ് നമ്മളോട് പലതും പറഞ്ഞ് വൈരാഗ്യമാണ് കാരണം, അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് അവിടെ ആ ദമം കൊണ്ടുവന്നു. അപ്പോ ജ്ഞാനിക്കും വൈരാഗ്യബുദ്ധി ഉണ്ട്, അത് പോയിട്ടില്ല, അത് പോകാൻ പറ്റത്തില്ലല്ലോ. വൈരാഗ്യം കൂടി ഉള്ളത് കൊണ്ടാണല്ലോ ജ്ഞാനിയാകുന്നത്. അപ്പൊ ജ്ഞാനിക്കും വൈരാഗ്യ ബുദ്ധിയുണ്ട്. സാധകൻ, അതായത് വൈരാഗ്യം, സാധകൻ പല കുറവുകളെ കാണുന്നു, അല്ലേ? പല കുറവുകളെ കാണുന്നുണ്ട് സാധകൻ. എന്നിട്ടാണ് വൈരാഗ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വൈരാഗ്യം വളർത്തുന്നത് പല കുറവുകൾ അവിടെ കണ്ടുകൊണ്ടാണ്. ഏതുകൊണ്ട്? ആ ഇന്ദ്രിയങ്ങളെ ആ രീതിയിൽ ഉപയോഗിച്ചാൽ എന്തെല്ലാം പ്രശ്നമുണ്ടാകും എന്ന് പല പല കാരണങ്ങളെ കണ്ടുകൊണ്ട് ആ സ്റ്റേജില് വൈരാഗ്യം വളർത്തുന്നു. അങ്ങനെ വൈരാഗ്യമായി മാറും. ഇവിടെ ജ്ഞാനി എന്താ ചെയ്യുന്നത്? ജ്ഞാനി അതിലൊരു ദോഷവും കാണില്ല. ഇവിടെയാണ് അതിന്റെ പ്രത്യേകത. ഭയങ്കരമായിട്ടൊരു മാറ്റമാണ്. ജ്ഞാനി ദോഷം കാണാതെ, ആ വസ്തുക്കളിലൊന്നും ദോഷം കാണില്ല. മധുരം കൂടുതൽ കഴിച്ചാൽ മറ്റേ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഉറക്കം വരും, പായസം കൂടുതൽ കഴിച്ചാൽ ഉറക്കം വരും, ഭക്ഷണം കൂടുതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ ജ്ഞാനി കാണുന്നത്. സംസാരി കാണുന്നൊരു രീതിയിലെ, അല്ലെങ്കിൽ സാധകൻ കാണുന്ന രീതിയിലെ അല്ല ജ്ഞാനി കാണുന്നത്. ജ്ഞാനി ഒരു ദോഷവും അവിടെ കാണില്ല. ജ്ഞാനവൃത്തിയായ സർവവും ബ്രഹ്മം എന്ന നിലയിൽ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നു. സർവവും ബ്രഹ്മം എന്ന നിലയിൽ നിയന്ത്രിക്കുന്നു. ശബ്ദസുഖം, രുചിസുഖം എല്ലാം നമ്മളെ ആകർഷിക്കുമ്പോൾ ആത്മസുഖമാണ് ഏറ്റവും മികച്ചത്, ഇതെല്ലാം ബ്രഹ്മം തന്നെ. അതിനാൽ ഇതിൽ ആകർഷിക്കപ്പെടാതെ സാക്ഷാൽ ബ്രഹ്മത്തെ അറിയൂ എന്ന് മനസ്സിനോട് പറയണം.
നിസ്സാര കാര്യമല്ല. ആദ്യത്തെ 15 അംഗങ്ങളിൽ ഒന്നാമത്തെ അംഗം എത്ര ഹയർ ലെവലിലാണ് ആചാര്യസ്വാമി നമ്മളെ എത്തിക്കുന്നത്. ശബ്ദസുഖം, രുചിസുഖം, സ്പർശനസുഖം, ഇങ്ങനെ എല്ലാം, കാഴ്ച കൊണ്ടുള്ള സുഖം, ഇങ്ങനെ പലതും നമ്മളെ ആകർഷിക്കും. ഈ സുഖങ്ങൾ നമ്മളെ ആകർഷിക്കുമ്പോൾ ഈ ഇന്ദ്രിയ സുഖങ്ങൾക്കെല്ലാം അപ്പുറമാണ് ആത്മസുഖം. അത് ഈ സുഖങ്ങളുടെ പുറകെ പോയാൽ അത് കിട്ടില്ല. അത് കിട്ടാനുള്ള വഴികള് ധാരാളം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സുഖങ്ങൾക്കൊന്നും ഞാൻ കീഴ്പ്പെടില്ല. എനിക്ക് വേണ്ടത് യഥാർത്ഥമായ ആത്മസുഖമാണ്, പരമാനന്ദമാണ്, സച്ചിത് ആനന്ദമാണ് എന്ന് ഉറപ്പിച്ച് അതുമാത്രം മതി എനിക്ക് എന്ന് തീരുമാനിച്ച് യമം അവിടെ പ്രാവർത്തികമാക്കുന്നു. എന്ത് വ്യത്യാസമായി? ആദ്യം പല കാരണങ്ങളും കുറവുകളും കണ്ടുകൊണ്ടല്ലേ അവിടെ യമം ശീലിച്ചത്. ഇവിടെ അങ്ങനെയല്ല, ഇതെല്ലാം ബ്രഹ്മൻ തന്നെ. അതിനാൽ ഞാൻ ഇപ്പോൾ ഇതിൽ ആകർഷിക്കപ്പെടണ്ട, സാക്ഷാൽ ബ്രഹ്മത്തെ അറിഞ്ഞ് അത് ആ ഒരു സുഖമാണ് എനിക്ക് വേണ്ടത്, അതായത് വസ്തുക്കളിൽ കൂടിയുള്ള വിഷയസുഖമല്ല വേണ്ടത് എന്ന് മനസ്സിനോട് പറഞ്ഞ് ആ ദമം അവിടെ കൊണ്ടുവരണം. യമം എന്നുള്ളതിനെ ഇവിടെ ആചാര്യസ്വാമി ദമമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇവിടെ ആ ഒരു മീനിങ്ങിലേക്കാണ് ആചാര്യസ്വാമി യമത്തിനെ കൊണ്ടുവന്നത്. യമഹ എന്നത് ദമഹ ആയിട്ടാണ് ഇവിടെ ആചാര്യസ്വാമി പറയുന്നത്. ഇന്ദ്രിയങ്ങളെ ശാന്തമായി വയ്ക്കൽ. യമഹ അയം ഇതി സംപ്രോക്തഃ. ഇത് തന്നെ യമം എന്ന് നന്നായി പറയപ്പെട്ടിട്ടുണ്ട്. സംപ്രോക്തഃ, നന്നായി പറയപ്പെട്ടിട്ടുണ്ട്. യമോയമിതി സംപ്രോക്ത സർവം ബ്രഹ്മേതി വിജാനാത് ഇന്ദ്രിയഗ്രാമ സംയമഃ യമോയമിതി സംപ്രോക്ത. ഇത് തന്നെ യമം എന്ന് നന്നായി പറയപ്പെട്ടിട്ടുണ്ട്. അഭ്യസനീയ മുഹുർമുഹു. അഭ്യസനീയ മുഹുർമുഹു. ഇത് വീണ്ടും വീണ്ടും അഭ്യസിക്കേണ്ടതാണ്. പുനഃ പുനഃ, വീണ്ടും വീണ്ടും, പുനഃ പുനഃ. സർവം ബ്രഹ്മം എന്നറിഞ്ഞ് ഇന്ദ്രിയ സുഖത്തിന് പിന്നാലെ പോകാതിരുന്നാൽ നമുക്കും ശാന്തി, മറ്റുള്ളവർക്കും ശാന്തി ലഭിക്കും. ഇതാണ് ഈ ഒരു ശ്ലോകത്തില് കാര്യമായിട്ട് പറഞ്ഞത്. 2 ശ്ലോകങ്ങളും കൂടി എടുത്തിട്ട് ആദ്യത്തെ ശ്ലോകത്തെ ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. അഭ്യസനീയ മുഹുർമുഹു. അതാണ് അഭ്യാസം, തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു ശ്ലോകത്തിന്റെ എങ്ങനെയാണ് ആചാര്യസ്വാമി അവിടെ കൊണ്ടുവന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. വളരെ നല്ല രീതിയിൽ അതിനെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. 104-ാമത്തെ ശ്ലോകത്തില് സർവം ബ്രഹ്മേതി വിജ്ഞാന ഇന്ദ്രിയഗ്രാമ സംയമഃ യമോയമതി സംപ്രോക്താഭ്യസനീയോ മുഹുർമുഹു. അപ്പോ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന യമം എന്ന സാധനയെ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇത്രയും പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ എല്ലാത്തിനെയും ബ്രഹ്മമായി കാണാനുള്ള ഒരു കഴിവിലേക്ക് നമ്മളെ എത്തിക്കലാണ് ആചാര്യസ്വാമി പറയുന്നത്. ഒരു മുമ്പിലൊരു കാര്യം വരുമ്പോ, ഒരു വിഷയം വരുമ്പോ, ഒരു വിഷയസുഖം വരുമ്പോ അതിന്റെ കുറവുകളെയോ മറ്റു കാര്യങ്ങളെയോ അല്ല കാണേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന ഇന്ദ്രിയ സുഖത്തെക്കാൾ അപ്പുറമുള്ള ആത്മസുഖത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ടത് ആത്മസുഖമാണ്, ഈ ഇന്ദ്രിയ സുഖമല്ല എന്ന് അറിഞ്ഞ് അതിൽ നിന്ന് ആ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിനെയാണ് ആചാര്യസ്വാമി ഇവിടെ യമഹ എന്നുള്ളത് കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് പതിയുവാനും ഇനി മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ഈ രീതിയിൽ കണ്ട് ആത്മസുഖത്തിന്റെ മാത്രം അന്തിമ ലക്ഷ്യം ആത്മസുഖമായിരിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഈ സുഖങ്ങളോട്
ഒരു നിയന്ത്രണം വെക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആചാര്യസ്വാമികളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്കിവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. നമസ്കാരം സർ. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം.